ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു J&J കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പൈപ്പ് ക്ലീനറിൻ്റെ ഡിസൈനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പം ആദ്യം ഞാൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു മോഡലായിട്ടായിരുന്നു കാണിച്ചത്. ഈ പ്രാവശ്യം നമ്മൾ വേറെ വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്യുമ്പോഴും ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് 4 പൈപ്പ് ക്ലീനറാണ് ഒരു ഹെയർ ബോ ഇങ്ങനെ ഡബിൾ ലൈനിൽ ചെയ്യാൻ വേണ്ടിയത്. അതല്ല എങ്കിൽ 2 എണ്ണം മതിയാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം ഒന്ന് ചുറ്റി കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് എൻഡ് ഭാഗം. അത് കഴിഞ്ഞുള്ള ഭാഗമെല്ലാം ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി, കാണാത്ത രീതിയിൽ തന്നെ. അപ്പോൾ നമുക്ക് ഇതേപോലെ ചുറ്റുമ്പോൾ ഗ്യാപ്പിൽ പിങ്ക് കാണുന്നില്ല, അല്ലെ ഏതാണോ കളർ കാണാത്ത അത് എടുത്ത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് വേണേലും ആദ്യം ചുറ്റാം ഈ ഒരു മോഡലിൽ. അത് കഴിഞ്ഞ് അവസാനം എത്തുമ്പോഴേക്കും നമുക്ക് സുഖമായിട്ട് ലെങ്ത്ത് കുറയുന്നതനുസരിച്ച് നമുക്ക് സുഖമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഹെയർ ബോയുടെ സെൻറ്റർ എത്തുമ്പോൾ ഇതേപോലെ ഫിനിഷ് ആവുന്നത്. അപ്പം നമുക്ക് അവിടെ തന്നെ ജോയിൻ ചെയ്യിപ്പിക്കാം, എളുപ്പമാണ്, കാണത്തില്ല, നമ്മളിത് അറ്റാച്ച് ചെയ്താന്ന് തോന്നത്തില്ല. ഇതേപോലെ ബാക്കിയും കൂടെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കുക, വേറെ 2 പീസ് എടുത്തിട്ട്. അപ്പം നമുക്കിത് ഇതേപോലെ കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ചുറ്റി കൊടുക്കുകയാണ് എല്ലാ ഭാഗവും. അത് കഴിഞ്ഞ് എൻഡ് ഭാഗം എത്തുമ്പോൾ ഇതേപോലെ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നമ്മൾ ഒരുമിച്ച് ഒരേ ലൈനിൽ വരുന്ന പോലെ തന്നെ നോക്കുക. 2 പിങ്ക് ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഇതേപോലെ എടുത്താൽ മതി. അവസാനത്തെ ചുറ്റി ഒരു 2-3 പ്രാവശ്യം കൂടെ ചുറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇവിടെ വേണേൽ നമുക്ക് എൻഡ് ടേപ്പ് ഒട്ടിക്കുക, എൻഡിൽ അല്ല എങ്കിൽ ഇങ്ങനെ തന്നെ വിടാം. നമ്മൾ ജോയിൻ ചെയ്ത സ്ഥലം അവിടെയാണ് ഞാൻ പ്രസ് ചെയ്ത് കാണിച്ചത്, ഇല്ലെങ്കിൽ നമ്മൾ അറിയില്ല. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.